പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ 50-ാം പ്രതി ഷാഹുൽ ഹമീദിനെ 5 ദിവസത്തേക്ക് എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. 3 വർഷം പ്രതി ഒളിവിൽ കഴിഞ്ഞതിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിക്കണമെന്ന് എൻഐഎ. കൊലപാതകത്തിന് മുൻപും ശേഷവും ഷാഹുൽ രഹസ്യ ഡിജിറ്റൽ ഗഡ്ജറ്റിന്റെ സഹായത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. പ്രതിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഹൈദരാബാദ് CSFL ലാബിലേക്ക് അയച്ചു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുക. രേഷ്മ, 50-ാം പ്രതിയായ ഷാഹുൽ ഹമീദിനാണ് ഇപ്പോൾ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രധാനമായും 3 വർഷം ഒളിവിൽ കഴിഞ്ഞതിന്റെ ആ വിശദാംശങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റെന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? സുരേഷ്, ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ 50-ാം പ്രതിയായിട്ടുള്ള ഷാഹുൽ ഹമീദിനെ 5 ദിവസത്തേക്കാണ് എൻഐഎയുടെ കസ്റ്റഡിയിൽ പ്രത്യേക കോടതി വിട്ടിട്ടുള്ളത്. 3 വർഷം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ 28-ാം തീയതിയാണ് ഒമാനിൽ നിന്ന് ഷാഹുൽ ഹമീദിനെ എൻഐഎ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ എൻഐഎ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും ഈ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കി കൊടുക്കൽ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളായിരുന്നു ഷാഹുൽ ഹമീദിനെതിരെ ചുമത്തപ്പെട്ടത്. പക്ഷേ 3 വർഷത്തോളം ഒമാനിൽ അടക്കം ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് എൻഐഎ ഇയാളെ പിടികൂടിയത്. പ്രധാനമായിട്ടും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഷാഹുൽ ഹമീദിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്, അതായത് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൊലപാതകത്തിന് മുൻപും ശേഷവും ഷാഹുൽ രഹസ്യ ഡിജിറ്റൽ ഗഡ്ജറ്റിന്റെ സഹായത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. ഇയാളുടെ പക്കൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.